പേരെന്നാ? കൊത്തുപണി ചെത്തി. വാടോ ഇങ്ങേ. പൊട്ട് പപ്പട മീശ. ആയ് என் ரத்தத்தின் ரத்தமான அன்பு தமிழ் மக்களே, நான் தான் லாலிச்சன் கவுண்டர். இன்று முதல் உங்களுடைய எல்லா பிரச்சனைகளுக்கும் இந்த லால் கவுண்டர் தான் தீர்ப்பு கல்பிக்கும். நான் ஆணையிட்டால் அது நடந்து விட்டால் இந்த ஏழைகள் வேதனைப்பட மாட்டார். நீங்க நினைக்கிற மாதிரி நான் உண்மையிலே ஒரு மலையாளி அல்ல அல்ல. என் தாய்நாடு தமிழ்நாடு தான். என் பெரியப்பா வரிது கவுண்டர் இந்த ஊர்ல ஒரு பெரிய டீ கடைக்கே கவுண்டரா இருந்தது. இதுக்கப்புறம் நீங்க சொல்லுங்கள் நான் யார் யார் யார்? എന്താണോ നോക്കിക്കുന്നത്? പോടാ അവിടുന്ന്. ചേട്ടാ എന്നാ சொல். നിങ്ങൾ ഇവിടെ ചൊല്ലിക്കൊണ്ടുവന്നോ? ആ വക്കീൽ എന്താ പറഞ്ഞെന്നറിയോ? ഇഷ്ടമുള്ള മുറി തെരഞ്ഞെടുത്തോളാം. ഇങ്ങോട്ട് വന്നേ. ആ വക്കീൽ അങ്ങനെ പറഞ്ഞു. എങ്കിലെ എലുമ്പം കുരുക്കൾ കയറി നിരങ്ങുന്നതിന് മുമ്പേ ഏറ്റവും നല്ല മുറി നമുക്ക് എടുക്കണം. അവിടെ നിന്നേ. ഈ മുറി മതി ചേട്ടാ. നമ്മുടെ ഒരു നിലവാരത്തിൽ ഇത് മതിയെന്നേ. മതി. ആരാ അവിടെ ചുരണ്ടി പറിക്കുന്നത്? ഓ, ആ എലുമ്പം കയറി പറ്റി. ആ എലുമ്പം കയറി പറ്റി. ചവിട്ടി തുറയേട്ടാ. ഗുഡ് മോർണിംഗ്. ശൃംഗരിക്കേണ്ട ഒരു പ്രായം. മുതുകാള. എന്ത് മര്യാദകളാണോ കാണിക്കുന്നത്? ഒരാളുടെ മുറിയിൽ ചവിട്ടി തുറന്നാണ് കയറേണ്ടത്. സാമാന്യ മര്യാദ വേണ്ടേ? ആരായി ഒരാള്? നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ കയറി കിടക്കാൻ? ഇതേ ഞങ്ങൾക്ക് വേണ്ടി വക്കീൽ പ്രത്യേകം ഒരുക്കിയ മുറി. എങ്ങോട്ട് അറിയിക്കും? എന്തൊരു ചന്തം. നാട്ടിലെ പോലെ ഇവിടെ പാരവെപ്പ് തുടരാനാണ് പരിപാടിയെങ്കിലേ ചവിട്ടി എല്ലൊടിച്ചു. என்னாச்சு? யார் இந்த திருட்டு பசங்க? யார் நீ? அசோகன் அழியம்மார். அழியாவது கிளியாவது எவனாயிருந்தா எனக்கு என்ன? இங்கு நான் சொல்றதா சட்டம், புரிஞ்சுதா? நான் யார் தெரியுமா? வீரபாண்டிய குலோத்துங்க மல்லன். ഇതിന്റെ ഉള്ളിൽ നിന്നാണ്. എത്ര നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അവർക്കൊന്നും ഒന്ന് കാണാൻ പോലും തോന്നിയില്ലല്ലോ. ബിസി ആയിരിക്കും, അതുകൊണ്ടാ. നമ്മൾ ചിലരെ പോലെ ഈച്ച ആട്ടിക്കൊണ്ടിരിക്കുകയല്ലോ ഇവിടെ ഉള്ളവര്. ലലിച്ച വേണ്ട, അമ്മ ഇപ്പൊ വന്നിരുവാങ്ങ. ഉക്കാരുങ്ങ. ഇത് പറയാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. പെങ്കൊച്ചിന് അത്യാവശ്യമായിട്ട് കാണേണ്ടത് അശോകന, അല്ലാതെ ചേട്ടനല്ല. നീ പിന്നെ എന്തിനാ ഇവിടെ വായും പൊളിച്ചു നിൽക്കുന്നത്? ചേട്ടാ വേണ്ട വേണ്ട. എന്താ അവിടെ പള്ളി ഉണ്ടോ? മണിയടി കേൾക്കുന്നു. പേരെന്താ? ശ്രീദേവി, ഉന്നെ മേലെ കൂപ്പിടുறாங்க. ചായ. നിന്നെ എത്ര നേരമായിട്ട് മുകളിൽ അന്വേഷിക്കുന്നു? താഴത്തെ പണികൾ ചെയ്യാൻ വേറെ ജോലിക്കാരില്ലേ ഇവിടെ? ചെല്ലേ, പറഞ്ഞു കേട്ടില്ലേ? മുകളിൽ ചെല്ലാൻ. ജോലിക്കാരി കുട്ടിയാ. അപ്പൊ നമ്മുടെ കുട്ടിയോ?
എന്റെ കളരി പരമ്പരയെ രക്ഷിക്കണേ. അയ്യേ, ഇതാണോ മോള്? ഇത് ഒത്തിരി പ്രായമുണ്ടല്ലോ. പ്രായം ഉണ്ടെങ്കിൽ എന്താ, എന്തൊരു മുഖശ്രീ. വലിച്ചു വാരിയിട്ടിരിക്കുന്ന ആഭരണങ്ങളുണ്ടോ? അശോകന് നന്നായിട്ട് ഓ, അലയാ കലക്കി. നമുക്ക് കലക്കാം. ഇതാണ് രാജവല്ലയുടെ മുത്തശ്ശി. കൗണ്ടർനാരുടെ പെങ്ങളും മക്കളും മരുമക്കളും കുട്ടികളും. വണക്കം. ഉക്കാരങ്ക. ഞങ്ങൾ ഊണ് കഴിച്ചില്ല, അമ്മച്ചി കഴിച്ചല്ലേ? ഇരിക്കാൻ പറഞ്ഞതാ. ആഹാ. ഇരിക്കാം. നിങ്ങളോടല്ല, അമ്മ ഇരിക്കട്ടെ. ഓഹോ, നമ്മേരി. യാരിതിൽ അശോകൻ? ഞാൻ അളിയൻ. അളിയനാ? അതെ, അശോകന്റെ അളിയൻ. ഇത് ലാലിച്ചൻ. അല്ല, ഞാൻ അശോകൻ. ഓ, തെറ്റിപ്പോയി. ഇതാണ് അശോകൻ. ஏன் கொச்சுமோள் ராஜவல்லிக்கும் உங்க பையன் அசோகனுக்கும் சீக்கிரமா கல்யாணம் நடக்கணும். இது கவுண்டர் நாயனுடைய ஆசை. வக்கீலே, இவங்களுக்கு வேண்டிய வசதியை செஞ்சு கொடுங்க. மோள் இப்படி இல்லையே. ராஜவல்லி இப்ப வந்துருவா. நீங்க எல்லாரும் கீழே உட்காருங்க. മോളിപ്പോ വരും. എല്ലാരും കീഴെ ഇരിക്കാൻ. ഇവിടെ അല്ല, താഴെ ഹാളില്. താഴെ താഴെ കീഴെ കീഴെ. வா. രാജവല്ലിയുടെ 5ാമത്തെ വയസ്സിൽ അവളുടെ അമ്മ മരിച്ചതാ. പിന്നെ വളർത്തിയതും നോക്കിയതും എല്ലാം ഈ മുത്തശ്ശിയാ. അവരുടെ തീരുമാനങ്ങൾക്കൊന്നും ഇവിടെ ആരും എതിർത്തൊരു അക്ഷരം പറയാറില്ല. അത്രയ്ക്ക് അനുസരണ എല്ലാവർക്കും. ആ, എത്തിയില്ല കക്ഷി. അയ്യോ, അശോകന്റെ പെണ്ണ്. എവിടെ എവിടെ? വരാ വേഗം. വരണു വരണു. രാജവല്ലിക്ക് മനസ്സിലായോ ഇതാരൊക്കെയാണെന്ന്? അച്ഛന്റെ ബന്ധുക്കൾ വരുമെന്ന് വക്കീലെങ്കിൽ പറഞ്ഞിരുന്നല്ലോ. Right. മോളെ, ഞാൻ ആരാണെന്ന് മനസ്സിലായോ മോക്ക്? ഇതാണ് മോളുടെ അപ്പച്ചി. ഇത് അശോകൻ. എന്താടി ഇത്? റൈഡിങ് കഴിഞ്ഞ് വരുമ്പോ കുടിക്കാൻ എന്താ തരണ്ടെന്ന് നിനക്ക് അറിയില്ലല്ലേ? നിന്ന് മോങ്ങുന്ന കറിപ്പിടിയാത്ത അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ. അതിൻ്റെതായിട്ടുള്ള ചില